മധ്യ തിരുവിതാംകൂറിൽ ഇപ്പോൾ തിരുവല്ല എന്നറിയപ്പെടുന്ന പ്രദേശത്തിന് പുരാതന കാലത്തു പറഞ്ഞുവന്നിരുന്ന നാമധേയം മല്ലികാവനം എന്നായിരുന്നു. അക്കാലത്ത് അവിടെ ധനികരായ ആൾക്കാർ തിങ്ങിനിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. അന്നവിടെ ബ്രാഹ്മണ ആലയങ്ങൾ തന്നെ 3000-ലധികം ഉണ്ടായിരുന്നു. അവയിൽ ഒരു ബ്രാഹ്മണ ഗൃഹത്തിന്റെ പേര് ശങ്കരമംഗലത്ത് എന്നായിരുന്നു. അത് ലോപിച്ച് കാലക്രമേണ ചങ്ക്രോത്ത് എന്നായിത്തീർന്നു. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള തറവാടായിരുന്നു അത്. എങ്കിലും അംഗസംഖ്യ വളരെ കുറവായിരുന്നു. അവിടെ നാരായണ ഭട്ടതിരി എന്നൊരു ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ സാവിത്രി അന്തർജനവും ആ അന്തർജനത്തിന് തുണയായി ശ്രീദേവി എന്നു പേരായ ഒരു ദാസിയും അവരുടെ മകനായ മുകുന്ദൻ എന്നൊരു ബാലനും ആ ഗൃഹത്തിൽ തന്നെ താമസിച്ചിരുന്നു. പുരാതന കാലത്തു ബ്രാഹ്മണർ ദാസീദാസന്മാരുടെ പേരുകൾ ശരിയായി പറയുക പതിവില്ലായിരുന്നു. അതിനാൽ ദാസിയായ ശ്രീദേവിയെ ചിരുതേച്ചി എന്നും അവരുടെ പുത്രനായ മുകുന്ദനെ കുന്നൻ എന്നുമാണ് ആ ബ്രാഹ്മണ ദമ്പതികളും അത് കേട്ട ശേഷമുള്ളവരും വിളിച്ചു വന്നിരുന്നത്. നാരായണ ഭട്ടതിരി ഒരു വിഷ്ണുഭക്തനും സദ്ഗുണസമ്പന്നനുമായിരുന്നു. ശ്രീദേവി അന്തർജനം അദ്ദേഹത്തിന് അനുരൂപയുമായിരുന്നു. ആ ദമ്പതിമാർക്ക് സന്താനഭാഗ്യമെന്നൊന്നു മാത്രമല്ലാതെ മറ്റൊരു ദുഃഖകാരണവും ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും ഭഗവത് ഭക്തിയോടും ഏറ്റവും നിഷ്ഠയോടും കൂടി യഥാവിധി പതിവായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചിരുതേച്ചിയെയും കുന്നനെയും കൊണ്ട് അനുഷ്ഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അവരുടെ വ്രതനിഷ്ഠ ഒട്ടും ചില്ലറയല്ലായിരുന്നു. ദശമി നാൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ഏകാദശി നാൾ ഊണുമുറകവും ഉപേക്ഷിച്ച് ഭഗവത് ധ്യാനത്തോടുകൂടി തന്നെ ഇരിക്കുകയും ദ്വാദശി നാൾ കിട്ടുന്നിടത്തോളം ബ്രഹ്മചാരികളായിട്ടുള്ള ബ്രാഹ്മണകുമാരന്മാരെ കാൽ കഴുകിച്ചു ഊട്ടിയതിനു ശേഷം വ്രതം അവസാനിപ്പിച്ച് ഭക്ഷണം കഴിക്കുകയുമായിരുന്നു അവരുടെ പതിവ്. ദ്വാദശി നാളിലും അവർ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ഇപ്രകാരമെല്ലാം ഇരുന്നിട്ടും ആ ബ്രാഹ്മണോത്തമൻ സന്താനഭാഗ്യം ലഭിക്കാതെ തന്നെ കാലധർമ്മത്തെ പ്രാപിച്ചു. അതിനുശേഷവും ആ അന്തർജനവും ചിരുതേച്ചിയും അവരുടെ മകനും യഥാപൂർവം ഏകാദശി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയിരുന്നു. സാവിത്രി അന്തർജനത്തിന് എഴുത്തറിഞ്ഞുകൂടായിരുന്നു. അതിനാൽ ഏകാദശി വ്രതം എന്നാണെന്ന് മറ്റു വല്ലവരോടും ചോദിച്ചറിയേണ്ടിയിരുന്നു. അതിനുള്ള പ്രയാസം കൊണ്ട് ആ സാധ്വി ഒരു കൗശലം ചെയ്തു. ഒരു പാത്രത്തിൽ ഒരു ഏകാദശി നാൾ മുതൽ ഓരോ കല്ല് പെറുക്കിയിട്ട് തുടങ്ങി. ദിവസം തോറും ആ കല്ല് എണ്ണി നോക്കും. 15 കല്ല് തികയുന്ന ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കും. അങ്ങനെ പതിവാക്കി. ചിലപ്പോൾ ഈ കണക്ക് തെറ്റി വ്രതം അനുഷ്ഠിക്കേണ്ടത് തലേ ദിവസമോ പിറ്റേ ദിവസമോ ആയിപ്പോയി എന്നും വരും. എന്നാലും ആരെല്ലാം പറഞ്ഞാലും സാവിത്രി അന്തർജനം ഈ പതിവ് മാറ്റാറില്ല. അതുകൊണ്ടുതന്നെ നാട്ടുകാരുടെ സംസാര വിഷയങ്ങളിൽ പരിഹാസവാചകമായും ചങ്ക്രൂത്തമ്മയുടെ ഏകാദശി പോലെ എന്ന പ്രയോഗം കടന്നുവരാറുണ്ട്. അതൊന്നും സാവിത്രി അന്തർജനം വകവെച്ചില്ല. ആ ദേശക്കാരും മറ്റും സാവിത്രി അന്തർജനത്തെ ചങ്ക്രോത്തമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെയിരുന്ന കാലത്ത് വഴിപോക്കരായ 2 ബ്രാഹ്മണർ ചങ്ക്രോത്ത് മഠത്തിൽ ചെന്നുചേർന്നു. അവർ രണ്ടുപേരും വലിയ ജ്യോത്സ്യന്മാരായിരുന്നു. ചങ്ക്രോത്ത് മഠത്തിൽ ആരു ചെന്നാലും ഭക്ഷണം കൊടുക്കുമെന്നും ചങ്ക്രോത്തമ്മ അതിഥി സൽക്കാരത്തിൽ ബുദ്ധശ്രദ്ധയാണെന്നും ചിലർ പറഞ്ഞറിഞ്ഞതിനാൽ ഊണ് കഴിച്ചു പോകണമെന്ന് വിചാരിച്ചാണ് ആ ബ്രാഹ്മണർ അവിടെ ചെന്നത്. അവർ അവിടെ ചെന്നയുടനെ തങ്ങൾ വഴിപോക്കരായ 2 ബ്രാഹ്മണരാണെന്നും ഭക്ഷണം കഴിച്ച് പോയാൽ കൊള്ളാമെന്ന് വിചാരിച്ചാണ് അവിടെ ചെന്നിരിക്കുന്നതെന്നും ചിരുത്തേച്ചി മുഖാന്തരം അകത്തറിയിച്ചു. അപ്പോൾ അന്തർജനം വാതിൽ പുറകിൽ വന്നു നിന്നുകൊണ്ട് ഇവിടെ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഒട്ടും മടിയില്ലെന്ന് മാത്രമല്ല വളരെ സന്തോഷമുണ്ട് താനും. ഇവിടെ ഉണ്ണാനായിട്ട് വന്നാൽ ചോറ് കൊടുക്കാതെ ആരെയും പറഞ്ഞയക്കാറില്ല. എങ്കിലും ഇന്ന് ഏകാദശി ആയതുകൊണ്ട് നിങ്ങളെ ഭക്ഷണം കഴിപ്പിച്ചയക്കാൻ നിവൃത്തിയില്ല. ഇന്നിവിടെ ഞങ്ങൾക്കെല്ലാവർക്കും ശുദ്ധ ഉപവാസമാണ്. ഏകാദശി നാൾ അതിഥികൾക്കും ഭക്ഷണം കൊടുക്കുക ഇവിടെ പതിവില്ല എന്നു പറഞ്ഞു ഉടനെ ആ ബ്രാഹ്മണർ, ഏകാദശി ഇന്നല്ല നാളെയാണ്. ഞങ്ങൾ ഗണിച്ചു നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ജ്യോതിശാസ്ത്രം പഠിച്ചിട്ടുള്ളവരാണ്. ഞങ്ങളുടെ കയ്യിൽ പഞ്ചാംഗവുമുണ്ട് എന്നു പറഞ്ഞു. അപ്പോൾ അന്തർജനം, എന്നാൽ നിങ്ങളുടെ ഗണിതം തെറ്റിപ്പോയി. ഏകാദശി ഇന്നു തന്നെയാണ്, സംശയമില്ല. ഇത് കേട്ട് ബ്രാഹ്മണർ ഉടനെ കവടി സഞ്ചി അഴിച്ച് പരൽ നിരത്തി ഗണിച്ചു നോക്കി. അപ്പോൾ ഏകാദശി അന്നു തന്നെയാണെന്ന് കണ്ടു. ഉടനെ അവർ അവിടെ നിന്ന് യാങ്ങിപ്പോയി മറ്റൊരു ബ്രാഹ്മണഗൃഹത്തിൽ കയറി. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഏകാദശി പിറ്റേ ദിവസമാണെന്നും കുളിച്ചു വന്നാൽ ഊണ് കഴിക്കാമെന്നും അവിടെയുണ്ടായിരുന്നവർ പറഞ്ഞു. അപ്പോൾ ആ ബ്രാഹ്മണർക്ക് പിന്നെയും സംശയമായി. അവരും ഏകാദശി വ്രതം പതിവുള്ളതിനാൽ അവിടെയിരുന്ന് വീണ്ടും ഗണിച്ചു നോക്കി. അപ്പോൾ ഏകാദശി പിറ്റേ ദിവസമാണെന്ന് കണ്ടു. അവർ വീണ്ടും ചങ്ക്രൂത്ത് മഠത്തിൽ പോയി അവിടെയിരുന്ന് ഗണിച്ചു നോക്കി. അപ്പോൾ ഏകാദശി അന്നു തന്നെയാണെന്ന് കണ്ടു.
ഇങ്ങനെ പല പ്രാവശ്യം പരീക്ഷിച്ചു നോക്കി. അപ്പോഴെല്ലാം യഥാപൂർവം കാണുകയാൽ ആ ബ്രാഹ്മണർ അത്യന്തം വിസ്മയിച്ചു. ഈ വിവരമറിഞ്ഞ് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ചങ്ക്രോത്തമ്മയ്ക്ക് ഏകാദശിയായിട്ടുള്ള ദിവസം തന്നെ അനുഷ്ഠിച്ചു തുടങ്ങി. ഇങ്ങനെയിരുന്ന കാലത്ത് ആ ഗ്രാമത്തിൽ ഭഗനെപ്പോലെ തൊകലൻ എന്നൊരു ദുഷ്ടൻ ചില അനുചരന്മാരോടുകൂടി വന്നു ചേർന്നു. അവൻ രാത്രികാലങ്ങളിൽ ആ ദിക്കിലുള്ള ധനികരായ ബ്രാഹ്മണരുടെയും മറ്റും ഗൃഹങ്ങളിൽ കയറി കൊള്ളയിടുകയും കയ്യിൽ കിട്ടുന്നവരൊക്കെ പ്രഹരിക്കുകയും കൊല്ലുകയും ചെയ്തു തുടങ്ങി. അതിനാൽ ആ ഗ്രാമത്തിൽ സന്ധ്യയായാൽ പിന്നെ ആർക്കും മനസ്സുറപ്പിച്ച് കിടന്നുറങ്ങാനും ഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങി സഞ്ചരിക്കാനും നിവൃത്തിയായില്ല. സ്ത്രീകളെയും കുട്ടികളെയും പകലായാലും വെളയിൽ കണ്ടാൽ ആ ദുഷ്ടൻ തല്ലിക്കൊല്ലും. അതിനാൽ അക്കാലത്ത് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന അനേകം ആൾക്കാർ ആ ദിക്ക് വിട്ട് കുടുംബസഹിതം വർക്കലയ്ക്കടുത്തുള്ള ആയിരൂർ, വാമനപുരം, പള്ളിപ്പുറം, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, മലയിൻകീഴ്, ഒറ്റശേഖരമംഗലം മുതലായ ദേശങ്ങളിൽ പോയി താമസമുറപ്പിച്ചു. ചിലർ സകലവിധ ഉപദ്രവങ്ങളും സഹിച്ച് അവിടെ തന്നെ താമസിച്ചു. ചങ്ക്രോത്തമ്മ ധൈര്യസമേതം അവിടെ തന്നെ താമസിച്ചതല്ലാതെ എങ്ങും പോയില്ല. എങ്കിലും ദ്വാദശി നാൾ ബ്രഹ്മചാരിക്ക് കാൽ കഴുകി അന്നം കൊടുക്കാൻ ചങ്ക്രോത്തമ്മയ്ക്ക് വളരെ പ്രയാസമായി തീർന്നു. അക്കാലത്ത് തൊകലനെ പേടിച്ച് സാധാരണ ആൾക്കാർ പോലും ആ ദിക്ക് കൂടി സഞ്ചരിക്കാതെയായി. പിന്നെ വഴിപോക്കരായ ബ്രഹ്മചാരികളെ കിട്ടില്ലായല്ലോ. അവിടെ ബ്രാഹ്മണഗൃഹങ്ങൾ തന്നെ വളരെ ചുരുക്കമായി. ഉള്ളവർ തങ്ങളുടെ ഉണ്ണികളെ അയക്കാതെയും ഭീരുക്കളായ ബ്രഹ്മചാരികൾ അവരുടെ ഗേഹം വിട്ട് വെളിയിലിറങ്ങാതെയുമായി. അതിനാൽ ദ്വാദശി നാൾ ചങ്ക്രോത്തമ്മയ്ക്ക് കാൽ കഴുകി അന്നം കൊടുക്കാൻ ഒരു ബ്രഹ്മചാരിയെപ്പോലും കിട്ടിയില്ല. ബ്രഹ്മചാരിക്ക് കാൽ കഴുകി അന്നം കൊടുക്കാതെ വ്രതം അവസാനിപ്പിച്ചാൽ വ്രതത്തിന് പൂർണ്ണത സിദ്ധിക്കുകയില്ല. അതിനാൽ ചങ്ക്രോത്തമ്മ ഏറ്റവും വിഷണ്ണതയോടുകൂടി മാറിയിരുന്നു. ചിരുത്തേച്ചിയും കുന്നനും ആ ഗ്രാമത്തിൽ ബ്രഹ്മചാരികളുള്ള ബ്രാഹ്മണഗൃഹങ്ങളിലെല്ലാം പോവുകയും വഴിയിൽ കാത്തു നിൽക്കുകയും ചെയ്തിട്ടും ഒരു ബ്രഹ്മചാരിയെപ്പോലും വിളിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. ഒടുക്കം സാവിത്രി അന്തർജനം വ്യസനം സഹിക്കവയ്യാതെ തൻ്റെ തേവാരപ്പുരയിലുണ്ടായിരുന്ന വിഷ്ണു വിഗ്രഹത്തിൻ്റെ മുൻപിൽ ചെന്ന്, ഭഗവാനെ, എനിക്ക് വ്രതഭംഗം വരാതിരിക്കുന്നതിന് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിത്തരണേ എന്ന ഭക്തിയോടും വ്യസനത്തോടും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും കണ്ണടച്ചു കരഞ്ഞുകൊണ്ടും തൊഴുതുകൊണ്ടും നിന്നു. അങ്ങനെ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ആരോ തൻ്റെ പിന്നിൽ വന്നു നിന്ന്, അമ്മേ, ഇവിടെ ഊണുകാലമായില്ലേ, എനിക്ക് വിശപ്പ് കലശലായിരിക്കുന്നു എന്ന് പറഞ്ഞതായി തോന്നി. അന്തർജനം കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ ഭക്ത കണ്ടത് ദണ്ഡം കയ്യിൽ പിടിച്ചൊരു ബ്രഹ്മചാരിയെ തന്നെയായിരുന്നു. ആ സമയം സാവിത്രി അന്തർജനത്തിനുണ്ടായ സന്തോഷം എത്രമാത്രമെന്ന് പറയാൻ പ്രയാസം തന്നെ. ഊണിനൊക്കെ കാലമായിട്ടുണ്ട്, ക്ഷണത്തിൽ കുളിച്ചു വരൂ, കുളം ഇവിടെ തന്നെയുണ്ട് എന്ന് അന്തർജനം പറഞ്ഞപ്പോൾ ബ്രഹ്മചാരി, ഞാൻ നദീജലത്തിലല്ലാതെ കുളത്തിലെ വെള്ളത്തിൽ കുളിക്കാറില്ല എന്ന് പറഞ്ഞു. ഉടനെ അന്തർജനം നദിയിലേക്ക് പോയാൽ ആപത്തുണ്ടാകുമെന്നും തൊകലന്റെ കഥയുമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മചാരി പുറത്തിറങ്ങി നേരെ പുഴക്കടവിലേക്ക് നടന്നു. മാർഗമധ്യേ തൊകലൻ ബ്രഹ്മചാരിയെ കണ്ടെത്തി പിടികൂടുകയും അവർ തമ്മിൽ അതിഘോരമായ ഒരു ദ്വന്ദ്വയുദ്ധം നടക്കുകയും ആ സമയം ബ്രഹ്മചാരിയുടെ കയ്യിലിരുന്ന ദണ്ഡ് സുദർശന ചക്രമായി തീരുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള ആവേശകരവും ഭക്തികരവുമായ ഭാഗങ്ങൾ ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കുമെന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി.